നിദ്രയുടെ ചേട്ടൻ നിഖിലും അമ്മാവൻ ദാമോദരനും ഷോണിന്റെ വീട് വരെ ചെന്നതാണ്. ചെറുക്കൻ്റെ വീട് കാണുക എന്നതിലുപരി വിവാഹത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ആശങ്കകൾ അവരുമായി പങ്കുവെക്കുക, അതായിരുന്നു അവരങ്ങോട്ട് ചെന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. നിഖിലിൻ്റെ ബൈക്ക് കൊട്ടാരതുല്യമായ വീട്ടുമുറ്റത്തേക്ക് പ്രവേശിച്ചു. വണ്ടി മുറ്റത്ത് നിർത്തി ഇരുവരും ഇറങ്ങി. വീടിൻ്റെ വലിപ്പം കണ്ടതും ഇരുവരും ഒന്ന് നോക്കിപ്പോയി. എല്ലാം നിദ്രമോളുടെ ഭാഗ്യ, ദാമോദരൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. വീടിൻ്റെ വരാന്തയിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും ഡോർ തുറന്നത് ഡാനിയലായിരുന്നു. തങ്ങൾ വരുന്ന വിവരം അവർ ഡാനിയലിനെ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ ഡാനിയൽ ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ലിവിംഗ് റൂമിലെ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് നിഖിലും ദാമോദരനും വീടൊന്ന് കണ്ണോടിച്ചു. അത്രയും വലിയ വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലാൻ പറ്റുക നിദ്രയുടെ ഭാഗ്യമായിട്ടാണ് അവരത് കണ്ടത്. ഇരുവരും ഡാനിയലിനെ നോക്കി പുഞ്ചിരിച്ചു, ഓരോന്ന് സംസാരിച്ചു തുടങ്ങി. അതിനിടയിൽ സാറ അങ്ങോട്ട് വന്നതും നിഖിലും ദാമോദരനും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സാറ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. എടിയെ, ഇവർ ചോദിക്കുകയായിരുന്നു, റോണിയുടെ കൂടെ പള്ളിയിൽ വെച്ച് തന്നെയാണോ ഷോണിൻ്റെയും നിദ്രമോളുടെയും കെട്ടി നടക്കുന്നതെന്ന്. ഡാനിയൽ തൻ്റെ ഭാര്യയോട് ചോദിച്ചു. ഇന്നലെ അച്ഛൻ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ, ഒരു അന്യമതക്കാരുമായുള്ള കെട്ട് പള്ളിയിൽ വെച്ച് നടത്താൻ പറ്റില്ലെന്ന്. അതുപോലൊരു ചട്ടം തിരുസഭയിലില്ലെന്ന്. അതുകൊണ്ടേ മനസ്സമ്മതവും പള്ളിയിൽ വെച്ചുള്ള കെട്ടും ഒന്നും നടക്കില്ല. സാറയുടെ സംസാര ശൈലിയിൽ നിഖിലിന് എന്തോ വല്ലായ്മ തോന്നി. എന്നാ പിന്നെ ഞങ്ങളുടെ ആചാരപ്രകാരം വിവാഹം നടത്തിയാലോ? അമ്പലത്തിൽ വെച്ച് കെട്ട് നടത്തിയിട്ട് തൽക്കാലം വല്ല ഹാളിലും വെക്കാം. ദാമോദരൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾക്കില്ലേ ഞങ്ങളുടെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് സങ്കല്പങ്ങൾ? സാറയിൽ നിന്നും പൊടുന്നതിന് മറുപടി വന്നു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെങ്ങനെ തീരുമാനിക്കുന്നു അതുപോലെ നടത്താം. സാറയുടെ നോട്ടവും ഭാവവും കണ്ട് ദാമോദരൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വിവാഹം ക്രിസ്ത്യൻ ആചാരപ്രകാരം തന്നെ നടക്കണം, അതെനിക്ക് നിർബന്ധമാണ്, സാറ കൂട്ടിച്ചേർത്തു. എൻ്റെ സാറ, അതൊക്കെ നമുക്ക് വേണ്ട പോലെ നടത്താം. നീ ഇപ്പോൾ ചെന്ന് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഡാനിയല പറഞ്ഞതും സാറ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അടുക്കളയിലോട്ട് നടന്നു. അവൾ അങ്ങനെയൊക്കെ പറയും, നിങ്ങളത് കാര്യമാക്കണ്ട. ഷോണിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. നമുക്കെല്ലാം സംസാരിച്ച് വേണ്ട പോലെ ചെയ്യാം. ഡാനിയൽ തൻ്റെ അഭിപ്രായം പറഞ്ഞു. ദാമോദരനെന്നെങ്കിലും അയാളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. എൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ അത് വേണ്ട. ഷോണിൻ്റെ ശബ്ദമായിരുന്നത്. ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടം സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് നീണ്ടു. കോഫി കളർ പാൻറ്റും ബേജ് കളർ ഷർട്ടും ധരിച്ചു ഒഫീഷ്യൽ ലുക്കിൽ ഷോൺ ഇറങ്ങി വരുന്നുണ്ട്. ഷോണിനെ കണ്ടതും നിഖിൽ എഴുന്നേറ്റ് അവന് കൈ നീട്ടി. ഒരു ചെറുപുഞ്ചിരിയോടെ ഷോണും തിരികെ നിഖിലിന് കൈ നൽകി. വിനയത്തോടെ ദാമോദരന് നേരെ അവൻ കൈകൾ കൂപ്പി. പള്ളിയിൽ വെച്ച് കെട്ട് നടത്താൻ പറ്റിയില്ലെങ്കിൽ മനസ്സമ്മതമോ എൻഗേജ്മെൻറ്റോ ഒന്നും വേണ്ട. റോണിയുടെ വിവാഹത്തിന് ഒരു ദിവസം മുൻപ് എൻ്റെ വിവാഹം നടക്കും. അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലെങ്കിലും പപ്പ എൻ്റെ താല്പര്യം കൂടി നോക്കണം. ഷോൺ പറയുന്നത് കേട്ടതും ഡാനിയൽ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ നേരത്താണ് റോണിയുടെ ഭാവി വധു ലിയയുടെ അപ്പൻ ജോസഫും സഹോദരൻ ജോണിയും അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ടതും ഡാനിയൽ എഴുന്നേറ്റ് നിന്ന് അവരെയും സ്വീകരിച്ചു സെറ്റിയിലിരുത്തി. ഷോൺ ആണെങ്കിൽ ജോസഫിനെയും ജോണിയെയും കണ്ട ഭാവം നടിക്കാതെ സെറ്റിയിലിരുന്ന് തൻ്റെ ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു. അത് കണ്ടതും ജോസഫിൽ പുച്ഛം നിറഞ്ഞു. ജോസഫും ജോണിയും നിഖിലിനെയും ദാമോദരനെയും ഒന്ന് നോക്കി. മുണ്ടും ഷർട്ടും ആയിരുന്നു നിഖിലിൻ്റെ വേഷം. ദാമോദരനും അധികം വിലയില്ലാത്ത മുണ്ടും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. അല്ല ഡാനിയലെ, ആരാ ഇത്? ജോസഫ് അവരെ കാട്ടിക്കൊണ്ട് ചോദിച്ചു. ഇത് ഷോൺ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ സഹോദരനും മാമനുമാണ്. ഡാനിയൽ അവരെ പരിചയപ്പെടുത്തി. ഓ, അവരാണോ? തനിക്ക് എന്താണോ ഡാനിയലെ പറ്റിയേ? ഇതിലും നല്ല ബന്ധമൊന്നും തനിക്ക് കിട്ടിയില്ലേ? എൻ്റെ മൂത്ത മകൾ ലിനിയെ തൻ്റെ ഈ മകനെ കൊണ്ട് കെട്ടിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോൾ താൻ ഒരുമാതിരി ഒഴിഞ്ഞു മാറിയതല്ലേ? അവൾക്ക് ഇവനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഞാനത് ഇവനോട് ഒരിക്കൽ സൂചിപ്പിച്ചപ്പോൾ ഇവൻ അവളെ വേണ്ട പോലും. വാശിപ്പുറത്ത് ഞാൻ അവളെ കെട്ടിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ആ ബന്ധം അധിക കാലം നീണ്ടു നിന്നില്ല. പാവം എൻ്റെ കൊച്ച്. നിന്റെ മരുമകളായിട്ട് എൻ്റെ മകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ കെട്ട് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോസഫ് വാക്കുകൾ പൂർത്തിയാക്കില്ല. അതുകൊണ്ടായിരിക്കുമല്ലയോ അങ്ങൾ ഇളയ മോളെ കൊണ്ട് എൻ്റെ അനിയനെ വളച്ചത്? തെല്ലും കൂസാതെയാണ് ഷോൺ അത് പറഞ്ഞത്. ഷോണിൻ്റെ ആ പറച്ചിൽ ജോസഫിന് ഇഷ്ടമായില്ലെന്ന ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോഴേക്കും ഒരു ട്രേയിൽ 2 ഗ്ലാസ് ജ്യൂസുമായി സാറ വന്നു. ജോസഫിനെയും ജോണിയെയും കണ്ടതും സാറ അവരെ നോക്കി പുഞ്ചിരിച്ചു.
നേരത്തെ വന്ന നിഖിലിനെയും ദാമോദരനെയും ശ്രദ്ധിക്കാതെ ജോസഫിനും ജോണിക്കും നേരെ സാറ ജ്യൂസ് നീട്ടിയതും ഷോണിൻ്റെ മുഖം ചുളിഞ്ഞു. ധൃതിയിൽ അവൻ എഴുന്നേറ്റ് 2 ഗ്ലാസ് ജ്യൂസും എടുത്ത് കൈ പിടിച്ചു. അത് നിഖിലിനും ദാമോദരനും നേരെ നീട്ടി. ജ്യൂസ് എടുക്കാനൊരുങ്ങിയ ജോസഫിൻ്റെയും ജോണിയുടെയും ചമ്മിയ മുഖം നോക്കിക്കൊണ്ട് ഷോൺ തൻ്റെ മമ്മിയൊന്ന് നോക്കി. സാറ ഷോണിനൊന്ന് തുറച്ചു നോക്കി. ശേഷം ജോസഫിനെയും ജോണിയെ നോക്കി ഞാൻ വേറെ എടുക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു. സാറയുടെ പ്രവൃത്തിയിൽ നിഖിലിന് എന്തോ വല്ലായ്മ തോന്നി. നിഖിലും ദാമോദരനും ജ്യൂസ് കുടിച്ചെന്ന് വരുത്തി തങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. അവരോടൊക്കെ യാത്ര പറഞ്ഞു ഇരുവരും പുറത്തിറങ്ങി. നിഖിലിൻ്റെയും ദാമോദരൻ്റെയും കൂടെ ഷോണും പുറത്തേക്ക് നടന്നു. എന്നാ ഞങ്ങൾ പോട്ടാളിയാ, ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം ബസ്സിൽ കയറാൻ. നിഖിൽ ഏത് ബസ്സിലെ ഡ്രൈവറാന്നാ പറഞ്ഞ്? അമ്പാടി ട്രാവൽസ്. അച്ഛൻ ജോലി ചെയ്തിരുന്ന അതേ ബസ് ട്രാവൽസ്. ഷോണിൻ്റെ ചോദ്യത്തിന് ഒരു ചെറുപുഞ്ചിരിയാലെ മറുപടി നൽകിയ നിഖിൽ തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നാലെ ഷോണിൻ്റെ കൈ പിടിച്ച് യാത്ര പറഞ്ഞ ദാമോദരനും വണ്ടിയിൽ കയറി. അവരവിടെ നിന്ന് പോയതും ഷോൺ അകത്തേക്ക് നടന്നു. നേരെ ചെന്നത് അടുക്കളയിലേക്കും. സാറ 2 ഗ്ലാസ്സിലേക്ക് സ്പെഷ്യൽ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. നേരത്തെ ഓറഞ്ച് ജ്യൂസ് ആയിരുന്നല്ലോ, ഇതെന്താ ഇപ്പോൾ ഒരു സ്പെഷ്യൽ എന്നും മനസ്സിൽ പറഞ്ഞ ഷോൺ അതിലൊരു ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. അവൻ്റെ കുടി കണ്ടതും സാർ അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. അതെ, മധുരം നല്ല കൂടുതലാ. ജോസഫ് അങ്കിളിന് ഷുഗർ ഉള്ളതാ. മമ്മി ഒരു കാര്യം ചെയ്യേ, പഞ്ചസാര കുറച്ചിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്ക്. ഈ ചൂട് സമയത്ത് അത് ബെസ്റ്റാ എന്നും പറഞ്ഞ് മറ്റേ ഗ്ലാസ് ജ്യൂസ് കൂടി എടുത്ത് കുടിച്ചു. സാറാണെങ്കിൽ ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യത്തിലാണ്. എൻ്റെ മമ്മി പറയാതെ വയ്യ, ജ്യൂസ് നന്നായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വരുന്നവരെയൊക്കെ ഒരുപോലെ സൽക്കരിക്കണം, അല്ലാതെ ആളും തരവും നോക്കി പെരുമാറുന്നതേ അത്ര നല്ല സ്വഭാവമല്ല. മമ്മി അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നാൽ ഞാൻ പോട്ടെ. അത്രയും പറഞ്ഞ് അവരുടെ കവിളിൽ ഉമ്മ വെച്ച് അവരുടെ ദേഷ്യം തണുപ്പിച്ച് ഷോൺ അവിടെ നിന്ന് നടന്നു നീങ്ങി. പള്ളിയുടെ അൾത്താരയിലേക്ക് നടന്നു കയറുമ്പോൾ അവളുടെ ഉള്ളം പതിവിലും വേഗത്തിൽ മിടിച്ചു. വെള്ള നിറത്തിലുള്ള വിവാഹ വസ്ത്രത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു. തൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനെ അവളൊന്ന് നോക്കി. ആ നിമിഷം തന്നെയാണ് അവനും അവളെ ഒന്ന് നോക്കുന്നത്. ഇരുവരുടെയും മിഴികൾ തമ്മിലുടക്കി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം കാണാം. അത് കാണവേ അവളുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മിഷിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് നിദ്ര ശിവദാസിനെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? വികാരിയച്ഛൻ ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി. സമ്മതമാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. മിഷിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ഷോൺ ഡാനിയലിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. നിദ്രയ്ക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ആ നിമിഷം അവൻ പ്രണയത്തോടെ അവളുടെ കൈവിരലിൽ കോർത്ത് പിടിച്ചു. അവൻ അവളുടെ വിരലിൽ മോതിരണിയിച്ചു. പിന്നീട് അവൻ ആ വിരലിൽ ചുംബിച്ചു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച നിമിഷം അവൾ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. നിധി മുറിയിലേക്ക് വരുമ്പോൾ നിദ്ര തലയണയുറുകെ പുണർന്നുകൊണ്ട് കാര്യമായ ആലോചനയിലാണ്. ഫ്ലോറൽ പ്രിൻ്റുള്ള കഷ്ടിച്ച് മുട്ടിന് താഴെ വരുന്ന സ്ലീവ്ലെസ് ഫ്രോക്കായിരുന്നു അവൾ ധരിച്ചിരുന്നത്. വീട്ടിൽ അവൾ അതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ഇടാറുണ്ട്. അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ട്. ഇടയ്ക്ക് നഖം കടിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട്. മുഖത്ത് നാണമൊക്കെയും കാണാം. നിധി അവളെ സൂക്ഷിച്ചു നോക്കി. അതിൽ നിന്നും നിദ്ര സ്വപ്നം കാണുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ചേച്ചി, ചേച്ചി! നിധിയുടെ ശബ്ദമാണ് നിദ്രയെ സ്വപ്നത്തിൽ നിന്നുണർത്തിയത്. തൊട്ടു മുന്നിൽ നിധിയുണ്ട്. നിധിയെ കണ്ട് നിദ്ര ഷോൺ എവിടെ എന്ന പോലെ ചുറ്റും കണ്ണോടിച്ചു. അന്നേരം നിദ്രയുടെ മിഴികൾ മുറിയിലെ ക്ലോക്കിലുടക്കി. സമയം 7:30 കഴിഞ്ഞിരിക്കുന്നു. ചേച്ചി എന്തായി നോക്കുന്നേ? നിദ്രയുടെ നോട്ടം കണ്ട് നിധി ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല. താൻ ഇത്രയും നേരം സ്വപ്നം കണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ നിദ്ര ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി, അമ്മയ്ക്ക് ചെറിയ നെഞ്ചുവേദന പോലെ കിടക്കുക. നിധി അത് പറഞ്ഞതും നിദ്ര അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ഓടി. അമ്മ, എന്താ അമ്മ, വയ്യേ? ഒന്നും മൂളിയതല്ലാതെ അവർ മറുപടി പറഞ്ഞില്ല. അമ്മ, വയ്യെങ്കിലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിദ്രയുടെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു. അങ്ങനെ കാര്യമായി ഒന്നുമില്ല നിത്തു, ചെറിയ നെഞ്ചുവേദന, കുഴപ്പമില്ല. മാധവി പറയുന്നുണ്ടെങ്കിലും വേദനയുടെ ആഴം അവരുടെ മുഖത്ത് നിന്ന് വിളിച്ചോതുന്നുണ്ട്. നിദ്ര തൻ്റെ ഫോൺ എടുത്ത് നിഖിലിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ നിത്തു, നീ വെറുതെ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു കാണും അവൻ. മാധവി വിളിച്ച് പറയുന്നുണ്ട്. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നിട്ട് വേണം പാതിരാത്രിയിൽ വയ്യായിക കൂടാൻ. അമ്മയുടെ കൂടെ കിടന്നിട്ടേ ഞാൻ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല.
ഇപ്പോഴാണെങ്കിലേ ഏതെങ്കിലും ഡോക്ടേഴ്സെങ്കിലും കാണും, നിധി പറയുന്നുണ്ട്. അപ്പോഴേക്കും നിദ്ര ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. അമ്മ, സനീഷേട്ടൻ്റെ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ ചെല്ലാനേ ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ അങ്ങോട്ട് എത്തൂത്രേ. ഞാനെന്നാ സനീഷേട്ടനെ വിളിച്ചിട്ട് വരാം. നിധി, നീ അമ്മയ്ക്ക് മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്ക്. നിദ്ര അതും പറഞ്ഞ് മുന്നിലെ ഡോറും തുറന്ന് പുറത്തേക്ക് നടന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലെ സരളയുടെ മകനാണ് സനീഷ്. സനീഷ് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. സനീഷ് കാര്യമായ ആലോചനയിലായിരുന്നു. അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. നിദ്രയുടെ വരവ് കണ്ടതും സനീഷ് കാര്യം തിരക്കി. അമ്മയ്ക്ക് സുഖമില്ലെന്നും ഒന്ന് ഹോസ്പിറ്റൽ വരെ വരാൻ പറ്റുമെന്നും അവൾ ചോദിച്ചതും വരാമെന്നും പറഞ്ഞ് സനീഷ് അകത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഷർട്ട് മാറി തിരിച്ചു വരികയും ചെയ്തു. സനീഷ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. നിദ്ര പിറകിൽ കയറി. വീട്ടിൽ ചെന്ന് അമ്മയെ കയറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. നിധിക്ക് കൂട്ടിന് അടുത്ത വീട്ടിലെ ശോഭ ചേച്ചി വന്നു. യാത്രക്കിടയിൽ നിഖിൽ സനീഷിനെ വിളിച്ച് സംസാരിച്ചു. ഷോൺ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന് മുന്നിൽ ഓട്ടോ ചെന്ന് നിന്നതും നിദ്രയിൽ പരിഭവം നിറഞ്ഞു. സനീഷേട്ടാ, നമ്മളെന്താ ഇവിടെ? അമ്മയെ ഇവിടെ അല്ലല്ലോ കാണിക്കാറുള്ളത്. നിദ്ര ഒരുതരം വിറയലോട് ചോദിച്ചു. നിഖിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കൊണ്ടുവരാൻ. ഇവിടെ ഏതോ നല്ല ഡോക്ടറുണ്ട് ഉത്രേ. പിന്നീട് നിദ്ര ഒന്നും ചോദിക്കാൻ നിന്നില്ല. അമ്മയും കൂട്ടി ഹോസ്പിറ്റലിനകത്തേക്ക് ചെന്നു. അപ്പോഴേക്കും നിഖിലും എത്തി. അമ്മയെ ഡോക്ടറെ കാണിച്ചു. ഡ്രിപ്പ് ഇട്ട് കിടത്തി. നിഖിൽ അമ്മയുടെ അരികിൽ നിന്നപ്പോൾ നിദ്ര മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി താഴേക്ക് ചെന്നു. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നിദ്ര ചുറ്റും കണ്ണോടിച്ചു. ഷോൺ അവിടെ കാണുമോ എന്നൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അന്ന് പെണ്ണ് കണ്ടത് പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പോയപ്പോൾ ഉറപ്പിച്ചതാണ് ഈ വിവാഹം നടക്കില്ലെന്ന്. ഷോണിന് പെണ്ണിന് ഇഷ്ടമായെന്നും വിവാഹത്തിന് സമ്മതമാണെന്നും ഡാനിയൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവളാകെ വണ്ടറടിച്ചു പോയിരുന്നു. നേരത്തെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നേരിൽ കാണുന്നത് ഓർക്കുമ്പോൾ നേരിയൊരു പേടി, ഒപ്പം ചെറിയ ചമ്മലും. ഷോണിൻ്റെ OP റൂമിന് മുന്നിൽ ചെന്ന് എത്തി നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുന്നു. നേരിയ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഫാർമസിയുടെ അടുക്കിലേക്ക് നടന്നു. ഫാർമസിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവൾ മരുന്ന് വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഫോൺ തൻ്റെ പോക്കറ്റിലിട്ട് ഷോൺ ICUവിൽ നിന്നും പുറത്തിറങ്ങി. OP കഴിഞ്ഞും റൗണ്ട്സും കഴിഞ്ഞ് ഒരു സർജറിയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം 9 കഴിഞ്ഞു. ഷോൺ ധൃതിയിൽ താഴേക്ക് നടന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫാർമസിയുടെ അരികിലേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് മരുന്ന് വാങ്ങിക്കുന്ന നിദ്രയെ കണ്ടത്. അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. മുട്ടോളം വരുന്ന സ്ലീവ്ലെസ് ഫ്രോക്ക് ധരിച്ചിട്ടുണ്ട്. തൊട്ടരികിൽ വിസിറ്റേഴ്സിനും പേഷ്യൻസിനും വേണ്ടി ഇട്ടിരിക്കുന്ന ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവളെ നോക്കി വെള്ളമിറക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും അവൻ അങ്ങ് പെരുത്ത് കയറി. മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. അവൻ്റെ അരികിൽ ചെന്ന് അവന് നേരെ കടുപ്പിച്ചൊരു നോട്ടം നൽകിയതും കാര്യം മനസ്സിലായവൻ തൻ്റെ കലാപരിപാടി നിർത്തി നോട്ടം മാറ്റി. മരുന്ന് വാങ്ങിച്ച് തിരിഞ്ഞ നിദ്ര കാണുന്നത് തൊട്ടരികിൽ നിൽക്കുന്ന ഷോണിനെയും. അവൻ്റെ മുഖത്ത് പതിവ് ഗൗരവം. പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും അവളിൽ ആദിയും ടെൻഷനും നിറഞ്ഞു. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ നിന്ന് പരുങ്ങി. നീ എന്താ ഈ നേരത്തെ ഇവിടെ? പതിവ് ശൈലിയിലായിരുന്നു സംസാരം. അത് അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നു, ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാ. നീ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, ഏട്ടനും അപ്പുറത്തെ വീട്ടിലെ സനീഷേട്ടനും ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ സനീഷേട്ടൻ എന്നതേ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എവിടെയാ അമ്മയുള്ളേ? അവൻ ചോദിച്ചു. 3rd ഫ്ലോറിലാ, റൂം നമ്പർ 303. ഇപ്പോൾ ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുക. ഒന്ന് അമർത്തി മൂളി നീ വാ എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പിറകിൽ നടന്നു. ഡോക്ടേഴ്സിനുള്ള ലിഫ്റ്റിൽ അവൻ്റെ കൂടെ കയറുമ്പോൾ അവളുടെ ഹൃദയം പതിവിലും വിപരീതമായി മിടിച്ചു. അവർ 2 പേരും മാത്രമാണ് ലിഫ്റ്റിലുള്ളത്. ലിഫ്റ്റിനകത്ത് വെച്ച് തികച്ചും അപരിചിതരെ പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം. ഫോണിൽ കാര്യമായി എന്തോ ചെയ്യുന്ന അവനെ അവൾ ഇടം കണ്ടിട്ട് നോക്കി. എന്തൊരു ജാടി അയാൾക്ക്, അവൾ ആത്മകഥം പറഞ്ഞു. ഇടയിൽ അവൾ അവനെ വായും നോക്കുന്നുണ്ട്. കോഫി കളർ പാൻറ്റും ബേജ് കളർ ഷർട്ടും ധരിച്ചിട്ടുണ്ട്. കഴുത്തിൽ സ്റ്റെത്തുണ്ട്. കയ്യിൽ വാച്ച് കാണാം. മൊത്തത്തിൽ പുള്ളി ലുക്കിലാണ്. നേരത്തെ കണ്ട സ്വപ്നം ഓർമ്മ വന്നതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈ ലിഫ്റ്റ് ഒന്ന് കേടായിരുന്നെങ്കിൽ അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. ഇങ്ങേരെന്താ ഇങ്ങനെ? ഇത്രയും സുന്ദരിയായ പെൺകുട്ടി കൂടെ ഉണ്ടായിട്ടും ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. അവൾ പിറുപിറുത്തു. അവളുടെ മുറുമുറുപ്പ് കണ്ട് അവൻ എന്താ എന്ന പോലെ പുരിക്കം പൊക്കി. ഒന്നുമില്ല എന്നും പറഞ്ഞവൾ നോട്ടം മാറ്റി ഡീസൻ്റായി നിന്നു. തങ്ങൾക്ക് ഇറങ്ങാനായതും അവൻ ഇറങ്ങി, പിന്നാലെ അവളും. മുറിയിലേക്ക് കയറി വന്ന ഷോണിനെ കണ്ടതും നിഖിൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഒരു പുഞ്ചിരി കൈമാറി. തൊട്ടരികിൽ സനീഷും ഉണ്ടായിരുന്നു. ഷോണിനെ കണ്ടതും സനീഷ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. നിദ്ര മുറിയുടെ വെളിയിലുണ്ടായിരുന്നു. ഷോൺ ചെറുപുഞ്ചിരിയോടെ നിദ്രയുടെ അമ്മയുടെ അരികിലേക്ക് വന്നു. ഇപ്പം എങ്ങനെയുണ്ട് ആൻറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ?
തൻ്റെ തൊട്ടരികിൽ വന്നുകൊണ്ടുള്ള ഷോണിൻ്റെ ചോദ്യം കേട്ട് മാധവി കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഡോക്ടർ രാജേഷിനെ കണ്ടിരുന്നു. ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. നിഖിലിനെ നോക്കി ഷോൺ പറഞ്ഞു. ആൻറ്റി പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ രാജേഷ് എഴുതിയ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. മരുന്ന് മുടക്കല്ലേ. മനസ്സിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും ആൻറ്റി. ഷോണിൻ്റെ ആ വിനയത്തോടെയുള്ള സംസാരവും പെരുമാറ്റവും മാധവിയെ അതിശയിപ്പിച്ചു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്നിപ്പോൾ വൈകി, ഇല്ലെങ്കിൽ നേരത്തെ പോകുന്നതാ. ഇരുവരോടും യാത്ര പറഞ്ഞ് ഷോൺ മുറിയിൽ നിന്നിറങ്ങി. ഇതേസമയം മുറിക്ക് വെളിയിൽ നിന്നുകൊണ്ട് സനീഷ് നിദ്രയോട് സംസാരിക്കുന്നുണ്ട്. അകത്ത് നിൽക്കുന്നതാണല്ലേ ഡോക്ടർ ഷോൺ? സനീഷിൻ്റെ ചോദ്യം കേട്ട് നിദ്ര അതിയെന്ന പോലെ തലയനക്കി. ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണോ നിദ്ര ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്? സനീഷ് ചോദിച്ചു. അത് പിന്നെ അവരൊക്കെ തീരുമാനിച്ചപ്പോൾ നിദ്ര വാക്കുകൾ പൂർത്തിയാക്കിയില്ല. തനിക്ക് പുള്ളിയോട് മുടിഞ്ഞ പ്രേമാണെന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. സനീഷ് തൻ്റെ ചേട്ടൻ്റെ സുഹൃത്ത് എന്നതിലുപരി തനിക്കൊരു സഹോദരനെ പോലെയാണല്ലോ. അവനോട് തൽക്കാലം ഇങ്ങനെ പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. എനിക്ക് നിദ്രയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സനീഷ് എന്തോ പറയാൻ വന്നപ്പോഴാണ് ഷോൺ അങ്ങോട്ട് വരുന്നത് അവന് കാണുന്നത്. എന്താ സനീഷ് ഏട്ടാ, പറഞ്ഞോളൂ. നിദ്ര പുഞ്ചിരിയാലെ തിരക്കി. ഹേയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ. ദേ നിന്റെ ഡോക്ടർ വരുന്നു. സനീഷ് പുഞ്ചിരി വരുത്തിക്കൊണ്ട് വിഷയം മാറ്റി. നിദ്രയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരനിൽ ഷോണിൻ്റെ മിഴികൾ ഉടക്കി. എന്തോ ഓർത്ത പോലെ ഷോൺ മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. ഷോണിനെ കണ്ടതും എന്താ എന്ന പോലെ നിഖിലും മാധവിയും ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇന്നിവിടെ നിഖിലായിരിക്കും നിൽക്കുക അല്ലേ? അപ്പോൾ നിദ്ര എങ്ങനെ തിരിച്ചു പോവും? വേണേ ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യാം. നിദ്രയെ സനീഷിൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വിചാരിച്ചതായിരുന്നു നിഖിൽ. ഇനിയിപ്പോൾ ഷോൺ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? അവളെ കെട്ടാൻ പോകുന്ന പയ്യനല്ലേ, നിഖിൽ ഓർത്തു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ല അമ്മ? നിഖിൽ മാധവിയോട് ചോദിച്ചതും മാധവിയും സമ്മതം മൂളി. നിഖിൽ നിദ്രയുടെ അരികിൽ വന്ന് ഇക്കാര്യം പറഞ്ഞതും നിദ്രയുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ലാത്തിരി പൂത്തിരി കത്തിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ ഷോണിൻ്റെ കൂടെ പോകാൻ തയ്യാറായി. അതിനു മുന്നേ ഈ ഒരു ഓഫർ ഡോക്ടർ ഇങ്ങോട്ട് നൽകിയതാണോ അതോ നിഖിൽ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചതാണോ എന്നവൾ മനസ്സിലാക്കിയിരുന്നു. ഇയാളെന്താ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോവാ? എന്നെയും കൂടി കൊണ്ടുപോവോ? വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ഇയാളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊന്നുമില്ലല്ലോ. നിദ്ര പിറുപിറുത്തു. ധൃതിയിൽ മുന്നോട്ട് നടക്കുന്നവൻ്റെ പിന്നാലെ എത്താൻ അവൾ പാടുപെട്ടു. ഷോണിൻ്റെ പിന്നാലെ ഓടുന്ന നിദ്ര സനീഷ് ആ കാഴ്ച കൺമുന്നിൽ നിന്നും മായം വരെ നോക്കി നിന്നു. അയ്യോ ഞാൻ എവിടെ ഇരിക്കും? വണ്ടിക്കരികിലെത്തിയ നിദ്ര ആലോചിക്കുകയാണ്. അവളുടെ ആലോചന കണ്ടത് അവൻ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ വണ്ടിയിൽ കയറി. എന്നിട്ട് അവൻ വണ്ടി മുന്നോട്ട് എടുക്കുന്നില്ല എന്ന് കണ്ടത് അവൾ അവനെ നോക്കി. എന്താ പോകുന്നില്ലേ? അവൾ ചോദിച്ചു. ഇനിയിപ്പോൾ സീറ്റ് ബെൽറ്റ് കൂടി ഞാൻ ഇട്ട് തരണമായിരിക്കും. അവൻ്റെ കടുപ്പിച്ചുള്ള ചോദ്യം കേട്ടതും അവൾ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴാണ് അവൾക്ക് ചെറിയൊരു കുരുട്ടുബുദ്ധി തോന്നിയത്. ഈ രാത്രിയിൽ കാറിനുള്ളിൽ താനും അവനും മാത്രം. അവൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ സഹായിക്കുന്നു. ആ ഒരു നിമിഷത്തെ രണ്ടുപേരുടെയും ഐ കോണ്ടാക്ട് വിത്ത് BGM. ഇടയിൽ ഡോക്ടറുടെ കൺട്രോൾ പോയി തന്നെ ചുംബിക്കുന്നു. എന്നും ഓർത്തുകൊണ്ട് സീറ്റ് ബെൽറ്റ് വലിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ അഭിനയിച്ചു. അവനാണെങ്കിൽ അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചു. എങ്ങോട്ടോ മെഴുകളൂന്നിയിരിക്കുന്നുണ്ട്. ഇനിയും സീറ്റ് ബെൽറ്റുമായി കളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ നിദ്ര സീറ്റ് ബെൽറ്റ് ധരിച്ച് മിണ്ടാതിരുന്നു. വണ്ടി മുന്നോട്ട് പോകുന്നതല്ലാതെ അവൻ ഒരക്ഷരം മിണ്ടുന്നില്ല. ദുഷ്ടൻ, ഇതിനു വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്? നിദ്ര പിറുപിറുത്തു. അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അവന് അവളോടുള്ള ഇഷ്ടക്കേട്. അവൾക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒടുവിൽ വീടെത്തിയതും അവൾ താൻ ഇറങ്ങുവാണെന്നും പറഞ്ഞിറങ്ങാനൊരുങ്ങി. അന്നേരം അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. എന്താ എന്ന പോലെ അവൾ തിരിഞ്ഞു നോക്കി. ഇനി മേലാൽ ഈ കുട്ടി ഉടുപ്പിട്ട് നിന്നെ കണ്ടുപോകരുത്. കടുപ്പിച്ചുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. ഡോക്ടർക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്തിട്ടാലും ഡോക്ടർക്ക് എന്താ? നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ. അവൻ്റെ പറച്ചിൽ അവളെ സന്തോഷിപ്പിച്ചുവെങ്കിലും നേരത്തെ കാണിച്ച അവഗണന ഓർത്തപ്പോൾ ആ സന്തോഷം അങ്ങ് മാഞ്ഞുപോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അച്ഛനോട് പറ എന്നെ ഇഷ്ടമല്ലെന്ന്. എനിക്കും വേണ്ട നിങ്ങളെ. അവളുടെ പറച്ചിൽ കേട്ടതും അവളുടെ കയ്യിലെ പിടി മുറുകി. കയ്യിൽ നിന്ന് വിട്ട്, എനിക്ക് വേദനിക്കുന്നു. അവൾ അവനിൽ നിന്നുള്ള പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അവൻ അവളെ കടുപ്പിച്ച് നോക്കി. അവളുടെ കയ്യിൽ നിന്നുള്ള പിടി അയച്ചു. അവളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു. നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി അവൾ വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. സിറ്റ് ഔട്ടിലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി.
അന്നേരം അവൻ വണ്ടി എടുക്കാതെ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അവൾ കോളിംഗ് ബെൽ അമർത്തിയതും നിധി ഡോർ തുറന്നു. അവൾ ഒന്നുകൂടി അവനെ നോക്കി അകത്തേക്ക് കയറി. ഡോറടച്ച് കുറ്റിയിട്ട് ജനാലയുടെ കർട്ടൻ നീക്കി മെല്ലെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ വണ്ടി ഗേറ്റ് കടന്നിരുന്നു.